ഈ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾക്ക് ChatGPT ആശ്രയിക്കുന്നവരാണോ നിങ്ങൾ? ഇമെയിൽ എഴുതാൻ, കോഡിംഗ് ശരിയാക്കാൻ, എസ്സേ എഴുതാൻ എന്ന് വേണ്ട മാറിവരുന്ന ഈ ലോകത്ത് ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ChatGPT എന്ന AI ടൂൾ. ആദ്യം ജോലി കളയുമോ എന്ന സംശയമായിരുന്നു. ഇപ്പോഴത് പേഴ്സണൽ ലൈഫിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. വിവേകപൂർവ്വം ഉപയോഗിച്ചില്ലെങ്കിൽ വിപരീത ഫലമായിരിക്കും ഫലം എന്ന മുന്നറിയിപ്പ് വിദഗ്ധർ നിരന്തരം നൽകുകയാണ്. പ്രോംപ്റ്റ് ശരിയായില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകാം. നല്ല ഉദ്ദേശത്തോടെ എഴുതുന്നത് ചിലപ്പോൾ പണി തരും. ChatGPT നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ മാറ്റിമറിക്കുന്നുവെന്നും നമ്മുടെ ചിന്ത, ഓർമ്മ, തീരുമാനമെടുക്കാനുള്ള ശേഷി എന്നിവയെ ബാധിക്കുമെന്നും ഇപ്പോഴിതാ പുതിയൊരു പഠനം കൂടി വന്നിരിക്കുന്നു. ChatGPT അമിതമായി ഉപയോഗിച്ച് അപകടത്തിലായോ നമ്മൾ? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. നവംബറിൽ പുറത്തിറങ്ങിയ ChatGPT ലോകമെമ്പാടും വിപ്ലവകരമായ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചത്. ഒരു ആപ്ലിക്കേഷനോ വെബ്സൈറ്റോ നിർമ്മിക്കുന്നത് മുതൽ നമ്മുടെ ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങൾക്ക് വരെ ഇപ്പോൾ ChatGPTയോടാണ് പരിഹാരം തേടുന്നത്. നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ കഴിയും എന്നതുകൊണ്ട് പറയുന്നതെല്ലാം ശരിയായിരിക്കണമെന്നില്ല. വളരെ വ്യക്തിപരമോ സെൻസിറ്റീവോ ആയ കാര്യങ്ങൾക്ക് ChatGPTയോട് സൊല്യൂഷൻ തേടുമ്പോൾ പ്രത്യേകിച്ച് മനുഷ്യരെ പോലെ തന്നെ വളരെ ലളിതമായി കാര്യങ്ങൾ പറയുമ്പോൾ അവഗണിക്കാനും ബുദ്ധിമുട്ടാണ്. തെറ്റായ വിവരങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ChatGPTയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ChatGPT ഉപയോഗം അപകടകരമാകുന്ന ചില കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തേത് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഒരിക്കലും ഹെൽത്ത് സംബന്ധിച്ച കാര്യങ്ങൾ ChatGPTയോട് ചോദിച്ച് പരിഹാരം തേടരുത്. അതൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെന്ന ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. പനിയുടെയും തലവേദനയുടെയും ലക്ഷണങ്ങൾ ഗൂഗിളിൽ കൊടുക്കുമ്പോൾ അത് ക്യാൻസറിൽ വരെ ചെന്നു നിൽക്കാറില്ലേ? അതുപോലെ തന്നെയാണ് ChatGPTയുടെയും അവസ്ഥ. ഒരു ഡോക്ടറെ പോലെ നിങ്ങളെ പരിശോധിക്കാനോ അവസ്ഥ മനസ്സിലാക്കാനോ AI ചാറ്റ്ബോട്ടിന് കഴിയില്ല. ആരോഗ്യകാര്യങ്ങളിൽ ChatGPT കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല എന്നല്ല. അടുത്ത അപ്പോയിന്റ്മെന്റിനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കാനോ മെഡിക്കൽ ഭാഷ വിവർത്തനം ചെയ്യാനോ ഇത് നിങ്ങളെ സഹായിക്കും. ഇനി പറയാൻ പോകുന്ന കാര്യം കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. ശാരീരികാരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യവും. പലരുടെയും ജീവിതത്തിലെ തെറാപ്പിസ്റ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ChatGPT. ടെൻഷൻ കുറയ്ക്കാൻ ചില നുറുങ്ങുവിദ്യകൾ ChatGPT പറഞ്ഞു തന്നേക്കാം. തരുന്ന ഉപദേശങ്ങൾ ശരിയാണെന്ന് തോന്നാമെങ്കിലും നിങ്ങളുടെ അവസ്ഥയ്ക്ക് വേണ്ടതായിരിക്കില്ല അത്. ചാറ്റ്ബോട്ട് ഒരു മാനസികാരോഗ്യ വിദഗ്ധന് ഒരിക്കലും പകരമാകില്ല. ജീവിതാനുഭവമോ നിങ്ങളുടെ ശരീരഭാഷ മനസ്സിലാക്കാനുള്ള കഴിവോ ChatGPTക്ക് ഇല്ല എന്ന കാര്യം ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാകണം. ഗ്യാസ് ചോർച്ച, തീപിടുത്തം പോലെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ എന്തു ചെയ്യണമെന്ന ചോദ്യം ChatGPTയോട് ചോദിക്കാൻ നിൽക്കരുത്. ഒരു പ്രതിസന്ധിയിൽ ഓരോ നിമിഷവും പ്രധാനമാണ്. ആദ്യം പുറത്തു കടക്കുക, അടിയന്തര സേവനങ്ങൾ തേടി സുരക്ഷിതരാവുക. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ പിന്നീട് ChatGPT ഉപയോഗിക്കാം. ChatGPTയിൽ മെഡിക്കൽ രേഖകൾ, ID വിവരങ്ങൾ തുടങ്ങി സ്വകാര്യമോ സെൻസിറ്റീവായ വിവരങ്ങളോ ഉൾപ്പെടുത്തുന്നത് ഒഴിവാക്കുക. ബാങ്ക് വിശദാംശങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ പോലുള്ള വിവരങ്ങൾ പിന്നീട് അപകടത്തിലാക്കാൻ സാധ്യതയുണ്ട്. ബ്രേക്കിംഗ് ന്യൂസുകളുടെ തത്സമയ വിവരങ്ങൾ അറിയണമെങ്കിൽ TV ചാനൽ തന്നെ ഫോളോ ചെയ്യണം. ChatGPTയോട് ചോദിച്ചാൽ ആ സമയത്തെ വിവരങ്ങൾ നൽകും എന്നല്ലാതെ ലൈവ് അപ്ഡേറ്റ്സ് ലഭിക്കില്ല. ഓരോ തവണയും പുതിയ വിവരങ്ങൾ ചോദിച്ചെങ്കിൽ മാത്രമേ ചാറ്റ്ബോട്ടിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കൂ. ബിൽപത്രങ്ങളോ നിയമപരമായ കരാറുകളോ എഴുതാനും ChatGPT നല്ലൊരു ഓപ്ഷനേ അല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ആശയങ്ങൾ മെച്ചപ്പെടുത്താനോ പുതിയവ ഉണ്ടാക്കാനോ ChatGPT ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ AI ഉണ്ടാക്കിയ കണ്ടന്റുകൾ സ്വന്തമെന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് യഥാർത്ഥ കലാകാരന്മാർക്ക് അന്യായമായി തോന്നിയേക്കാം. സ്റ്റുഡിയോ ജിബ്ലി ട്രെൻഡ് ഇതിനൊരു ഉദാഹരണമാണ്. ഇതിനിടെ അടുത്ത 10-15 വർഷത്തിനുള്ളിൽ ചിന്തിക്കാനും വിശകലനം ചെയ്യാനുമുള്ള നമ്മുടെ കഴിവ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ട് കൂടി പുറത്തുവന്നത് ആശങ്കകൾ ഉയർത്തുന്നു. MIT മീഡിയ ലാബിലെ ഗവേഷകർ അടുത്തിടെ നടത്തിയ ഒരു പഠന റിപ്പോർട്ടിലാണ് തെളിവ് സഹിതം ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. മനസ്സ് ഒരു പേശിയെ പോലെ തന്നെയാണ്. ഉപയോഗിക്കാതിരുന്നാൽ അത് ദുർബലമാകും. ChatGPT പോലുള്ള ഉപകരണങ്ങളെ അമിതമായി ആശ്രയിക്കുമ്പോൾ എഴുത്ത്, വിശകലനം, ചിന്ത എന്നിവയ്ക്കുള്ള നമ്മുടെ കഴിവുകൾ കുറയാൻ സാധ്യതയുണ്ട്. AI ഒരവസരവും അതുപോലെ തന്നെ വെല്ലുവിളി സൃഷ്ടിക്കുന്നതുമാണ്. ബുദ്ധിപൂർവം മനസ്സിനെ പരിശീലിപ്പിച്ച ശേഷമാകണം AI ഉപയോഗിക്കേണ്ടത്.